കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ ഇളനീർ വെപ്പ് ഇന്ന് രാത്രി നടക്കും. ഇളനീർ സംഘം ഇളനീർ കാവുകളുമായി ഇക്കരെ ക്ഷേത്രത്തിലെത്തി. ബുധനാഴ്ചയാണ് ഇളനീരാട്ടം നടക്കുക. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ ഇളനീർ വെപ്പിനായുള്ള ഇളനീർ കാവുകളുമായി സംഘം ഇക്കരെ ക്ഷേത്രത്തിലെത്തി. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വിഭവങ്ങൾ കൊണ്ടാണ് ഇളനീർ കാവ് നിർമ്മിക്കുക. ഇളനീരുകൾ ശേഖരിച്ച ശേഷം കരിമ്പനയുടെ തണ്ടും തെങ്ങിന്റെ പാന്തവും ഉപയോഗിച്ചാണ് ഇളനീർ കാവുകൾ ഒരുക്കുന്നത്. തലേദിവസം തെങ്ങിന്റെ പാന്തം ശേഖരിച്ച് വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ ചീകി മിനുക്കും. ഈ പാന്തം ഉപയോഗിച്ചാണ് ഇളനീർ കാവ് കെട്ടുക. പ്ലാസ്റ്റിക് വസ്തുക്കളോ മറ്റ് സാമഗ്രികളോ ഉപയോഗിക്കുന്നില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കരിമ്പനയുടെ തണ്ടിന്റെ ഇരുവശങ്ങളിലുമായി 3 വീതം ഇളനീരുകൾ കെട്ടിയാണ് കാവ് നിർമ്മിക്കുന്നത്. നെയ്യാട്ടത്തിന് പിറ്റേ ദിവസം മുതൽ വ്രതം നോറ്റാണ് ഇവർ കൊട്ടിയൂരിലേക്ക് യാത്ര തിരിക്കുന്നത്. വൈശാഖ മഹോത്സവത്തിന്റെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങാണ് ഇളനീർ വെപ്പ്, ഇളനീരാട്ടം. ഇളനീരാട്ടത്തിന് വേണ്ട ഇളനീർക്കാവുകളായിട്ടാണ് ഞങ്ങൾ ഈ പുറപ്പെടുന്നത്. നെയ്യാട്ടത്തിൽ വ്യത്യാസമുള്ള ഞങ്ങൾ വ്രതത്തിലാണ്. ഇളനീർ 30 ദിവസം ഇവിടുന്ന് രാവിലെ പുറപ്പെടുന്നു. ഇത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇളനീര്, പിന്നെ കൊടപ്പനയുടെ തണ്ട്, അതാണ് ഈ എടുക്കുന്നത്. പിന്നെ തെങ്ങിന്റെ മടൽ, നമ്മളിവിടെ മട്ടൽ എന്ന് പറയും, മടലിന്റെ പാന്തെടുക്കുന്നു. അതുകൊണ്ടാണ് കെട്ടി വരിയുന്നത്. വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ നിന്ന് എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി സന്ധ്യയ്ക്ക് കൊട്ടിയൂരിലെത്തും. രാത്രി കാര്യത്ത് കൈക്കോളൻ തിരുവഞ്ചിറയിൽ കിഴക്കേ നടയിൽ തട്ടും പോളയും വിരിച്ച കുടിപതിക്കാരണവർ വെള്ളിക്കിടാരം വെച്ച് രാശി വിളിച്ചാണ് ഇളനീർ വീപ്പ ആരംഭിക്കുക. രാത്രി മന്നംചേരിയിലെ ബാവലക്കരയിൽ കാത്തിരിക്കുന്ന ഇളനീർ വ്രതക്കാർ രാശി വിളിക്കുമ്പോൾ ഇളനീർ കാവുകളുമായി സന്നിധാനത്തേക്ക് ഓടിയെത്തും. തട്ടും പോളയും വിരിച്ച സ്ഥാനത്തെ 3 വലം വെച്ച ശേഷം ഇളനീർ കാവുകൾ സമർപ്പിക്കും. വീരഭദ്രനെ വണങ്ങി ഭണ്ഡാരം പെരുക്കി തിരിച്ചുപോകും. തണ്ടയാന്മാരാണ് അവകാശപ്രകാരം ഇളനീർ വെക്കുക. ഇളനീർ വെയ്പ് പൂർത്തിയായാൽ ഏറ്റവും ഒടുവിലായി എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണ സമർപ്പിക്കും. കത്തിത്തണ്ടയാന്മാർ ഇളനീർ ചെത്താനുള്ള കത്തികളും സമർപ്പിക്കും. ബുധനാഴ്ചയാണ് ഇളനീരാട്ടം നടക്കുക. വൈശാഖോത്സവത്തിലെ 2ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ബുധനാഴ്ച നടക്കും. ന്യൂസ് ബ്യൂറോ, പെരാവൂർ.